നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തെ എതിർത്ത് റോഷി അഗസ്റ്റിൻ എന്ന് സ്ഥിരീകരിച്ച CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ 6-ാം മൈലിലുള്ള ടർഫ് സ്റ്റേഡിയം സ്വകാര്യ വ്യക്തി കയ്യേറി റോഡ് നിർമ്മിച്ചതായി പരാതി. ഇടുക്കി പീരുമേട്ടിൽ രാജഭരണകാലത്ത് നിർമ്മിച്ച ആയുധപ്പുര എന്നറിയപ്പെടുന്ന തോട്ടാപ്പുര നാശത്തിന്റെ വക്കിൽ. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തെ എതിർത്തത് റോഷി അഗസ്റ്റിൻ എന്ന് സ്ഥിരീകരിച്ച CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ശരിയായ നിലപാടെടുക്കാൻ റോഷിക്ക് പിൻബലം നൽകിയത് CPM ആണെന്നും CV വർഗീസ് പാർട്ടി കമ്മിറ്റിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ശബ്ദരേഖ പുറത്ത്. ഇതോടെ റോഷിയെ ഏതുവിധേനയും വിജയിപ്പിക്കണമെന്ന വികാരത്തിലേക്ക് സഖാക്കളെത്തി. അങ്ങനെ എത്താത്ത മൂലമറ്റത്തെ ചിലരുണ്ടെന്നും അവരെ പിന്നീട് കാണാമെന്നും ശബ്ദരേഖയിലുണ്ട്. ആ നിലപാട് ഞാൻ പറയും. ഇപ്പൊ കേരള കോൺഗ്രസുമായി നമുക്ക് എന്താ വ്യക്തിബന്ധം? ഇപ്പൊ കേരള കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നം വന്നു. റോഷി ശരിയായ നിലപാട് റോഷിക്ക് എടുക്കാനുള്ള പിൻബലം റോഷിക്ക് ആരാ കൊടുത്ത? ഒരു ബൂർഷ പാർട്ടി എന്ന രൂപത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോകാൻ മനസ്സ് വരാത്തതിലേക്ക് റോഷിയെ നമുക്ക് എത്തിപ്പിക്കാൻ പറ്റിയില്ലേ? പറ്റിയ അതല്ലേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം? ശരിയല്ലേ? അല്ലെ അതിന് ശരിയായ കേരള കോൺഗ്രസിനകത്ത് വരുന്ന ഭിന്നാഭിപ്രായം ചാഞ്ഞും നിലപാടെടുത്തെങ്കിൽ കേരള രാഷ്ട്രീയം ഉണ്ടാവോ? അപ്പം നമുക്ക് അസ്ത്രം ചില നമ്മുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ ശത്രുക്കളോടാണ്. രാഷ്ട്രീയമാണെങ്കിലും അപ്പം നമുക്കെല്ലാം വായിച്ചേന. ഇനി ഏത് വിധേനയും റോഷിയെ ജയിപ്പിച്ച് അടങ്ങുമെന്നുള്ളതിലേക്ക് നമ്മുടെ സഹായം എത്തിയിട്ടില്ലേ? അത് എത്തിയില്ല. അത് എത്തിയാത്തന്മാരാ മൂലവട്ടംകാരും മറക്കവന്മാരും വരെ. അത് ഞാൻ പറഞ്ഞു അതിലേക്ക് എത്തണം. ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ 6-ാം മൈലിലുള്ള ടർഫ് സ്റ്റേഡിയം സ്വകാര്യ വ്യക്തി കയ്യേറി റോഡ് നിർമ്മിച്ചതായി പരാതി. CPM ചക്കുവെള്ളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പരാതി നൽകുകയും ഭൂമി പഞ്ചായത്തിന് തിരിച്ചു ലഭിക്കുന്നതുവരെ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും നിയമ പോരാട്ടം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. 30 വർഷങ്ങൾക്ക് മുമ്പ് ചക്കുവെള്ളം പഞ്ചായത്ത് വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചതായി പരാതിയുയരുന്നു. പഞ്ചായത്ത് ടർഫ് സ്റ്റേഡിയം നിർമ്മിക്കുകയും ചെയ്തിരുന്നു. സമീപത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് 3 അടി വഴി പഞ്ചായത്ത് നേരത്തെ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അവിടെ കൂടുതൽ സ്ഥലമെടുത്തുകൊണ്ട് സ്വകാര്യ വ്യക്തി ഇപ്പോൾ ഭൂമി കയ്യേറി റോഡ് നിർമ്മിച്ചിരിക്കുകയാണെന്നാണ് പരാതി. പുതിയ UDF ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് ഭൂമി കയ്യേറ്റം നടന്നിരിക്കുന്നതെന്നും പിന്നിൽ സാമ്പത്തിക അഴിമതിയുള്ളതായി സംശയിക്കുകയും ചെയ്യുന്നതായി CPIM ചക്കുവെള്ളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷെല്ലി തോമസ് പറഞ്ഞു. അധികാരത്തിലെത്തിയ UDF ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി സ്വകാര്യ വ്യക്തി ഇതിൻ്റെ ഉള്ളിൽ കൂടി റോഡ് വെട്ടി ഒരു ഏകദേശം ഒരു 10 സെൻറ്റ് സ്ഥലത്തോളം ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിന് നഷ്ടം വന്നിട്ടുള്ളതായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. നേരത്തെ ഇവിടെ സ്ഥലത്തിൻ്റെ എടുത്തപ്പോൾ 3 സെൻറ്റ് 3 അടി സ്ഥലം ഇവിടെ നടപ്പാതയ്ക്ക് അനുവദിച്ചിട്ടുള്ളതിൻ്റെ പുറമെയാണ് ഈ സ്വകാര്യ വ്യക്തി ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെ സ്ഥലം കയ്യേറിയിട്ടുള്ളത്. ഇതിന് പഞ്ചായത്ത് ഭരണസമിതിയുടെ സംരക്ഷണം ഉള്ളതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിന് പുറകിൽ സാമ്പത്തിക താല്പര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ്. സംഭവത്തിൽ കളക്ടർക്ക് പരാതി നൽകുമെന്നും കയ്യേറിയ ഭൂമി പഞ്ചായത്തിന് തിരിച്ചു കിട്ടും വരെ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും നിയമ പോരാട്ടം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. സിറ്റി വിഷൻ, കുമളി. ഇടുക്കി പീരുമേട്ടിൽ രാജഭരണകാലത്ത് നിർമ്മിച്ച ആയുധപ്പുര എന്നറിയപ്പെടുന്ന തോട്ടാപ്പുര നാശത്തിന്റെ വക്കിൽ. തിരുവിതാംകൂർ രാജഭരണകാലത്ത് റാണി ലക്ഷ്മിഭായ് KK റോഡ് നിർമ്മിച്ചപ്പോൾ വെടിക്കോപ്പുകൾ, ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ വിജനമായ പ്രദേശത്ത് നിർമ്മിച്ച ഒറ്റമുറി കെട്ടിടമാണ് തോട്ടാപ്പുര. രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന അപൂർവം ചില കാഴ്ചകളിലൊന്നാണ് പീരുമേട്ടിലെ തോട്ടാപ്പുര എന്നറിയപ്പെടുന്ന ആയുധപ്പുര.
കുട്ടിക്കാനത്തെ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഭാഗമായാണ് പീരുമേട്ടിൽ തോട്ടാപ്പുര പണിതത്. പിന്നീട് ക്ഷേത്ര നിർമ്മാണത്തിനും റോഡ് നിർമ്മാണത്തിനും ആവശ്യമുള്ള വെടിക്കോപ്പുകളും ആയുധങ്ങളും സൂക്ഷിച്ചത് ഇവിടെയാണ്. പ്രത്യേക രീതിയിലാണ് ഈ തോട്ടാപ്പുരയുടെ നിർമ്മാണം. തോട്ടാപ്പുര കാണാൻ ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ടായിരുന്നു. എന്നാൽ കനത്ത മഴയിൽ ഈ കെട്ടിടം തകർന്നു. അധികാരികൾ ഇത് വേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ല. ഇനിയും അതിന് സമയമുണ്ട്. പഴയ രീതിയിൽ തന്നെ ഇത് പുനർനിർമ്മിച്ചാൽ ഈ തോട്ടാപ്പുര ആ ചരിത്ര സ്മാരകമായി തന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇടിഞ്ഞു പോയിട്ടുള്ളൂ. നേരത്തെ ഇതിനകത്ത് ഒരു ആൽമരം കയറി അതായിരുന്നു ഇതിൻ്റെ ഭംഗിയായിട്ടുണ്ടായിരുന്നത്. ആ മരം പോയെങ്കിലും ഈ തോട്ടാപ്പുര ഇത് സുർക്കിയും ചുണ്ണാമ്പും ഒക്കെ ചേർത്ത് പണിത ഒരു കെട്ടിടമാണ്. അത് വീണ്ടും പഴയ രീതിയിൽ തന്നെ ഒരു പുനർനിർമ്മിക്കുകയാണെങ്കിൽ ആ ചരിത്ര സ്മാരകം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. പുതുതലമുറയ്ക്കുൾപ്പെടെ കണ്ട് മനസ്സിലാക്കേണ്ട ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടം സംരക്ഷിച്ചു നിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ശേഷിക്കുന്ന ഭാഗമെങ്കിലും ചരിത്ര സ്മാരകമായി സംരക്ഷിക്കാൻ ഗ്രാമപഞ്ചായത്തും വിനോദസഞ്ചാര വകുപ്പും നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. സിറ്റി വിഷൻ, പീരുമേട്. ഇനി ഒരു കലാകാരനെ പരിചയപ്പെടാം താരത്തിളക്കത്തിലൂടെ. മാജിക്കും മിമിക്രിയും കോർത്തിണക്കി വേദികളിൽ കീഴടക്കുന്ന ഒരു കലാകാരനെ ഇനി പരിചയപ്പെടാം. മുൻ സൈനികൻ കൂടിയായ നെടുങ്കണ്ടം NCC ബറ്റാലിയനിലെ ജീവനക്കാരനായ രതീഷ് PT-യാണ് മാജിക് വേദികകളിൽ വ്യത്യസ്തനാകുന്നത്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും കലയെ മുറുകെ പിടിക്കുകയാണ് ഇദ്ദേഹം. ആറാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെയാണ് രതീഷ് മായാജാലത്തിന്റെ ലോകത്തേക്ക് എത്തുന്നത്. സൈനികനായി രാജ്യത്തിനായി സേവനമനുഷ്ഠിച്ച കാലത്തും മാജിക്കിനെ ഉപേക്ഷിച്ചില്ല. സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചതോടെ മാജിക് രംഗത്ത് കൂടുതൽ സജീവമായി. ഇതിനിടെ PSC മുഖാന്തരം ജോലി സമ്പാദിച്ച നെടുങ്കണ്ടം NCC ബറ്റാലിയനിലെ ജീവനക്കാരനുമായി. ജോലി തിരക്കുകൾക്കിടയിലും വിവിധ വേദികളിൽ മാജിക് അവതരിപ്പിക്കാൻ രതീഷ് സമയം കണ്ടെത്താറുണ്ട്. വിദേശത്തുൾപ്പെടെ ഇതുവരെ 10,000-ത്തിലധികം വേദികളിൽ മാജിക്കും മിമിക്രിയും അവതരിപ്പിച്ചു. ഞാൻ ഇന്ത്യൻ ആർമിയിൽ 20 വർഷത്തിന് സേവനത്തിന് ശേഷം ഞാൻ വീണ്ടും കേരള PSC മുഖേന കേരള സർവീസിൽ 33 കേരള ബറ്റാലിയൻ NCC നെടുങ്കണ്ടത്തേക്ക് ജോലിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ 32 വർഷമായിട്ട് ഞാൻ മാജിക് ഒപ്പം മിമിക്രിയും കൂടെ ഒരു കലാരൂപത്തെ കൊണ്ടുവരികയാണ്. എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ മാജിക്കിലോട്ട് വന്നത്. ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ഗുരുവായ മനോജിൽ നിന്നും ഞാൻ വിദ്യ അഭ്യസിച്ചുകൊണ്ട് മാജിക് എന്ന കലയിലോട്ട് കാൽച്ചുവട് വെച്ചു. ഒപ്പം തന്നെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ മിമിക്രി എന്ന കലയിലൂടെ വന്നുകൊണ്ട് ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ മിമിക്രിയിലും പോയിട്ടുണ്ട്. സ്കൂൾ കാലം മുതൽ ശബ്ദാനുകരണ കലാരംഗത്തും രതീഷ് സജീവമാണ്. ചുറ്റുപാടുകളും പ്രകൃതിയുമൊക്കെയാണ് രതീഷിന്റെ ശബ്ദാനുകരണ കലയിലെ താരങ്ങൾ. മാജിക്കിനൊപ്പം ശബ്ദാനുകരണ കലയെയും കോർത്തിണക്കിയാണ് ഈ കലാകാരൻ വേദികൾ കീഴടക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മാങ്കുളം ആനക്കുളത്തെ പുഴക്കടവിൽ ഉപ്പുരസമുള്ള വെള്ളം തേടിയെത്തിയ കരിവീരന്മാരും അവിടെ തമ്പടിച്ച കൊക്കുകളും തമ്മിലുള്ള ശക്തിപ്രകടനം സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയായി. കൊക്കുകളെ കണ്ട് ഭയന്ന കൊമ്പൻ പുഴയിലിറങ്ങാതെ മടങ്ങിയപ്പോൾ കുട്ടിയാനയെ കാവൽ നിന്ന് സംരക്ഷിച്ച പിടിയാനകൾ കൊക്കുകളെ തുരത്തി നീരാട്ടിനിറങ്ങി. കാണാം ആ കാഴ്ചകൾ.
കഴിഞ്ഞ ദിവസമാണ് കൊമ്പനും പിടിയാനകളും കുട്ടിയാനകളും ഉൾപ്പെടുന്ന വലിയൊരു സംഘം വനത്തിൽ നിന്നും ആനക്കുളം പുഴക്കടവിലേക്ക് എത്തിയത്. എന്നാൽ ആനകൾ സ്ഥിരമായി ഇറങ്ങുന്ന വഴിയിലും പുഴയിലുമായി ഒരു കൂട്ടം കൊക്കുകൾ നിലയുറപ്പിച്ചിരുന്നു. ഇവയെ കണ്ടുഭയന്ന ആനക്കൂട്ടം ആദ്യം പുഴയിലിറങ്ങാൻ മടിച്ച വനത്തിലേക്ക് തന്നെ പിൻവാങ്ങി. എന്നാൽ അല്പസമയത്തിനു ശേഷം 2 പിടിയാനകൾ കുട്ടിയാനയെയും കൂട്ടി വീണ്ടും തീരത്തെത്തി. കുട്ടിയാനയെ നടുവിൽ നിർത്തി സുരക്ഷിത കവചമൊരുക്കിയ പിടിയാനകൾ കൊക്കുകളെ ഓടിക്കാനായി തുമ്പിക്കൈ വീശിയും മണ്ണ് ചവിട്ടിത്തെറിപ്പിച്ചും ഭയപ്പെടുത്തി. ഇതോടെ കൊക്കുകൾ വഴിമാറി. തുടർന്ന് കുട്ടിയാനയുമായി പിടിയാനകൾ പുഴയിലിറങ്ങി. ഇവ സുരക്ഷിതമായി വെള്ളത്തിലിറങ്ങിയത് കണ്ടതോടെ വനത്തിൽ ഒളിച്ചു നിന്ന മറ്റാനകളും പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പിന്നീട് കൊമ്പനെത്തിയെങ്കിലും കൊക്കുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ വെള്ളത്തിലിറങ്ങാതെ തീരത്തുകൂടി ദൂരത്തേക്ക് നടന്നു നീങ്ങി. ആനക്കുളം ടൗണിനോട് ചേർന്നാണ് നാട്ടുകാർ ഓരെന്ന് വിളിക്കുന്ന ആനകൾ വെള്ളം കുടിക്കാനെത്തുന്ന സ്ഥലമെങ്കിലും ആനകൾ ഇതുവഴി ജനവാസ മേഖലയിലേക്ക് അതിക്രമിച്ചു കയറാറില്ല. ആനകളുടെ നീരാട്ടും കുസൃതികളും കാണാൻ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടെ തടിച്ചുകൂടുന്നത്. സിറ്റി വിഷൻ, മാങ്കുളം. ഇനി ചെറിയൊരിടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം, ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം, ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചും സംസ്ഥാനത്തെ ആരോഗ്യമേഖല തകർന്നു എന്നാരോപിച്ചും
തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നുവെന്നും ആരോപിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കളക്ടറേറ്റ് കവാടത്തിൽ മാർച്ച് തടഞ്ഞതോടെ സമരക്കാർ ബാരിക്കേഡ് തകർത്ത പോലീസിനെതിരെ അക്രമാസക്തരായി. പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഭരണം നടത്തുന്ന ഒരു കൂട്ടമായി നിങ്ങളുടെ MLAയും നേതാക്കന്മാരും മാറിയിട്ട് അവരുടെ മുമ്പിൽ പോയി നിന്ന് ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ത്രാണി നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് പുറന്തടവി നോക്കണം. അവിടെ നട്ടലിന്റെ സ്ഥാനത്ത് അങ്ങനെയൊന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ആ DYFI യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ഐക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മറ്റ് നേതാക്കളായ ജോബി ചെമ്മല, മഹേഷ് കൊന്നത്തടി, അനുഷൽ ആന്റണി, ടോണി തോമസ്, DCC ഭാരവാഹികളായ MD അർജുനൻ, KB സെൽവം, സണ്ണി ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ DCC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇന്നലെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ DCC പ്രസിഡന്റ് CP മാത്യുവിന് പരിക്കേറ്റതിനെ തുടർന്നാണ് പോലീസിനെതിരെ രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി, ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്, വാർഡ് മെമ്പർമാരായ മിനി ബേബി, സുജിത് TK, സാജു പഴപ്ലാക്കൽ, ബാബു കൊച്ചുപുര, തങ്കച്ചൻ പുളിക്കൽ, ജോയി തമ്പുഴ, അജി കാട്ടുമന, ജോസ് കുന്നുംപുറത്ത്, അർജുൻ ഷിജു എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജാക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായി ഇടുക്കി DCC സംഘടിപ്പിച്ച ഇടുക്കി താലൂക്ക് ഓഫീസ് മാർച്ചിനിടയിൽ DCC പ്രസിഡന്റ് CP മാത്യുവിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പംമെട്ട് ടൗണിൽ പ്രതിഷേധം നടത്തി. കാട്ടുകൊള്ളക്കാരായ CPM നേതാക്കൾ ജയിലിലായിട്ടും അവരെ സംരക്ഷിക്കാൻ എന്തു ഹീനപ്രവൃത്തി ചെയ്യാനും മടിയില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് അദ്ദേഹത്തിന്റെ സ്ഥാനവും പ്രായവും പോലും കണക്കിലെടുക്കാതെ ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് അതിക്രമം കാട്ടിയത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് കരുണാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്പംമെട്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പരിപാടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മണ്ഡലം പ്രസിഡന്റ് KK കുഞ്ഞുമോൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റോയി കൊല്ലംപറമ്പിൽ, അരുൺ വടക്കേടത്ത, വർക്കി പുളിക്കൽ, തങ്കച്ചൻ ബിനോയ് മന്ദിരം, ബേബി പള്ളിപ്പറമ്പിൽ, പഞ്ചായത്ത് മെമ്പർമാരായ PT വർക്കി, സുനിൽ കൊല്ലക്കാട്, മധു, ജെയ്മോൻ നെടുവേലി, നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രഥമ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ ആസ്ഥാന മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്തായ വാഴത്തോപ്പിന്റെ വികസനത്തിനുള്ള സമഗ്ര പദ്ധതികളാണ് ചർച്ചയായത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ 2026-27 വർഷത്തിലെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത്. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ കാലപ്പഴക്കം ബാധിച്ച ബിൽഡിംഗ് മാറ്റിസ്ഥാപിക്കുക, ഭൂമിയങ്കുളത്ത് ടർഫ് കോർട്ട് നിർമ്മിക്കുക, മയക്കുമരുന്ന് ലഹരിയുടെ പിടിയിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി കൂടുതൽ മിനി സ്റ്റേഡിയങ്ങൾ വാർഡ് തലങ്ങളിൽ നിർമ്മിക്കുക, കർഷകരെ സംരക്ഷിക്കാൻ അഗ്രോ ക്ലിനിക്, വെറ്റിനറി പോളിക്ലിനിക്, ഫുഡ് ലബോറട്ടറി, ഭൂമിയാങ്കുളം സ്റ്റേഡിയം, പാറയിൽ വാച്ച് ടവർ നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രധാനമായും ചർച്ചയായത്. വാഴത്തോപ്പ് പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി രൂപം നൽകുന്ന പദ്ധതികൾ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിൽ വരുമെന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അറിയിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മുടെ വികസ്വര രാജ്യമായ ഇന്ത്യയെ വികസനത്തിലേക്ക് നയിക്കുവാനാണ്
ഓരോ ഗ്രാമപഞ്ചായത്തിലും ഓരോ ഗ്രാമീണ മേഖലകളും കൂടി പ്രാധാന്യമുണ്ട്. അവിടെ ഗ്രാമ മേഖലകളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. അത്തരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് കൂടിയാണ് ഇന്ത്യൻ നിമിഷം. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP സലീം മുഖ്യപ്രഭാഷണം നടത്തി. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ PK ബിജു, വൈസ് പ്രസിഡന്റ് സെലിൻ VM, പ്രഭാ തങ്കച്ചൻ, സിജി ചാക്കോ, റിൻസി CB തുടങ്ങിയവർ പ്രസംഗിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും കർഷകരും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംഘടനയുടെ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് അനിൽ PR നേരെ അതിക്രമം നടത്തിയ അടിമാലി പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നടന്നത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സംഘടന അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് അനിൽ PR നേരെ അടിമാലി പോലീസ് സ്റ്റേഷനിലെ SHO അതിക്രമം നടത്തിയെന്നും മർദ്ദിച്ചുവെന്നും ആരോപിച്ച ഇക്കാര്യത്തിൽ പരാതി ഉയർന്നിട്ടും അതിക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുമായിരുന്നു സംഘടന ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും അനിലിന് നീതി ലഭിക്കും വിധം ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് സംഘടനയുടെ ആരോപണം. SHOയെ മാറ്റി നിർത്തി സത്യസന്ധമായ അന്വേഷണം നടത്തി വകുപ്പ് തല നടപടി സ്വീകരിക്കും വരെ തുടർ സമരവുമായി മുമ്പോട്ട് പോകാനാണ് സംഘടനയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നത്. പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അത് മുൻകാലത്തെ ഒരു വർക്ക്ഷോപ്പുകാരനെ തല്ലുന്ന പോലെയല്ല, ആ രൂപത്തിലൊരു പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട SHOയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അത് കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ നമ്മൾ കേസ് കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും പരാതി കൊടുത്തു. 2 ആഴ്ച നമ്മൾ അത് നിരീക്ഷിച്ചു. അതിൽ നിന്ന് യാതൊരുവിധ അനുകൂല സമീപനം ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് DGPക്ക് പരാതി കൊടുത്തു, അതുപോലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. സംഘടനയുടെ കീഴിലുള്ള ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും നൂറുകണക്കിന് അംഗങ്ങൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. പ്രതിഷേധ പരിപാടിക്ക് സംഘടനാ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ നേതൃത്വം നൽകി. സംഘടനയുടെ ജില്ലാ ഭാരവാഹികളും യൂണിറ്റ് ഭാരവാഹികളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. മുണ്ടിയിരുമയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുണ്ടിയിരുമ കർഷക മിത്രം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിനും വർദ്ധിച്ച കീടനാശിനി പ്രയോഗം മൂലമുണ്ടാകുന്ന രോഗസാഹചര്യങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റി, കർഷകമിത്രം, ഗ്രന്ഥശാല, മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രോഗത്തെ ഏറ്റവും വേഗതയിൽ കണ്ടെത്താനും ചികിത്സിക്കാനും കഴിയുക എന്നുള്ളത് എല്ലാവരുടെയും ആരോഗ്യ പരിപാലനത്തിൽ വലിയ പങ്കുവഹിക്കുവാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത കർഷകമിത്രം ലൈബ്രറി, അതോടൊപ്പം തന്നെ വണ്ടൻമേട് കിസാൻ സർവീസ് സൊസൈറ്റി, അതിന് ഈ പ്രദേശത്തേക്ക് ക്യാമ്പുമായി കടന്നു വരാൻ ഗ്രന്ഥശാല സെക്രട്ടറി NR രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ്, TP ജോസഫ്, തങ്കമ്മ രാജൻ, PG ബാബു, ഉഷ സുധാകരൻ, CV ആനന്ദ്, ഡോക്ടർ അസോൾഡ്, ഡോക്ടർ സമീർ, അരുൺ എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. തൊടുപുഴയിൽ
ജില്ലയിൽ ഇടുക്കി ജില്ലാ പോലീസിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദുരന്ത നിവാരണ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. പോലീസ് ഇൻസ്പെക്ടർ ജനറൽ നൽകിയ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടി നടപ്പിലാക്കിയത്. അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് അത്യാഹിതങ്ങളെയും നേരിടുന്നതിന് സേനയെ സജ്ജമാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർമാരുടെയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 15,315 രൂപ, പവന് 1,22,520 രൂപ, വെള്ളി ഗ്രാമിന് 400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തെ എതിർത്ത് റോഷി അഗസ്റ്റിൻ എന്ന് സ്ഥിരീകരിച്ച CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ 6-ാം മൈലിലുള്ള ടർഫ് സ്റ്റേഡിയം സ്വകാര്യ വ്യക്തി കയ്യേറി റോഡ് നിർമ്മിച്ചതായി പരാതി. ഇടുക്കി പീരുമേട്ടിൽ രാജഭരണകാലത്ത് നിർമ്മിച്ച ആയുധപ്പുര എന്നറിയപ്പെടുന്ന തോട്ടാപ്പുര നാശത്തിന്റെ വക്കിൽ. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.